കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒന്നുകിൽ ഫലസ്തീനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉക്രൈൻ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചിട്ടാണ്. പക്ഷേ അങ്ങ് സുഡാനിൽ കൃത്യമായി പറഞ്ഞാൽ 2.5 വർഷമായിട്ട്, അഥവാ 2023 ഏപ്രിൽ 15 മുതൽ ഇന്ന് വരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള RSF എന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അതുപോലെ തന്നെ സുഡാൻ്റെ നാഷണൽ ആർമിയായിട്ടുള്ള സുഡാൻ ആർമഡ് ഫോഴ്സസും തമ്മിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 1.5 ലക്ഷത്തിലധികം പേരാണ് ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. വളരെയധികം പേർ ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RSFനെ സപ്പോർട്ട് ചെയ്യുന്നത് UAE എന്ന രാജ്യമാണ് എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണെന്നത് UN-ൻ്റെ റിപ്പോർട്ട് ചോർന്നപ്പോഴും അതുപോലെ തന്നെ പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. എന്തിനാണ് UAE പോലുള്ളൊരു രാജ്യം ഇങ്ങനെ സുഡാനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, സുഡാനിലുള്ള വളരെ വലിയ തോതിലുള്ള സ്വർണ്ണഖനികൾ UAE ലക്ഷ്യമിടുന്നു. അതിനുവേണ്ടി നിയമ സംഘങ്ങളെ UAE സഹായിച്ച് അതിനുവേണ്ടി ഒരുക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഡാനിൽ നടക്കുന്നത് തീർത്തും മനുഷ്യത്വ ലംഘനമാണ്, മനുഷ്യ അവകാശങ്ങളുടെ ലംഘനമാണ്. അതിനെതിരെ നാം ശബ്ദിക്കണം. ഫലസ്തീന് ശബ്ദിച്ച പോലെ, ഉക്രൈന് ശബ്ദിച്ച പോലെ അതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്.